ആത്മശരീരങ്ങളുടെ സ്വസ്ഥതയോടും സന്തോഷത്തോടും കൂടെ പിതാവിന്റെ മകനും പരിശുദ്ധരുമായ നിത്യശിഖരത്തെ ചെയ്യുമാറാട്ടെ. ഇവർ ധരിച്ചിരിക്കുന്ന ഈ മോദങ്ങളോടുകൂടെ സ്വർഗീയമായ അനുഗ്രഹങ്ങൾ ഇവർക്ക് നൽകുകയും പരിപാലനയാൽ അനുഗ്രഹിക്കുകയും സൃഷ്ടിതാക്കുകയും ചെയ്യട്ടെ. സ്വർണ്ണാഭരണങ്ങളാൽ പൂർത്തിയാക്കിയതുപോലെ ഇവരെയും നീതിയാകുന്ന മോതിരം കൊണ്ട് കൂടുതലാക്കട്ടെ. മണവാളനെ തന്റെ രക്ഷയാൽ ആനന്ദിപ്പിക്കുകയും മണവാട്ടിയെ ശാശ്വതവും അക്ഷയവുമായ മനോഹര ഭൂഷണങ്ങളാൽ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. സ്വർണ്ണാഭരണങ്ങളുടെ അലങ്കാരങ്ങളെക്കാൾ മൈനേരി വഴിപ്പിക്കുന്നത് അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. ഇവരുടെ നിബന്ധവും നേർച്ചയും തന്റെ പ്രീതിക്കും യോഗ്യമായ തരത്തിലുള്ള സ്വഭാവവളർച്ചയ്ക്കും ഒതുക്കുമായ ദൈവം നൽകുവാൻ ദൈവമായ കർത്താവ് സംഗതിയാക്കട്ടെ. സകല കപട സ്നേഹത്തെയും ഇവരിൽ നിന്ന് ഉരിഞ്ഞുകളയട്ടെ. അന്യോന്യം സ്നേഹിപ്പാനായി സ്നേഹ അഗ്നി കൊണ്ട് ഇവർ ഹൃദയങ്ങളെ ഉജ്ജ്വലിപ്പിക്കട്ടെ. അക്ഷയമായ സൗന്ദര്യം കൊണ്ട് ഇവിടെ അലങ്കരിക്കട്ടെ. സുലഭങ്ങളായ ശുശ്രൂഷാനുഭവങ്ങളേക്കാൾ സൗരഭ്യമേറിയ പരിഭാഗതയിൽ ഇവർ മനസാക്ഷിയെ നയിക്കുവാൻ സംഗതിയാക്കട്ടെ. മനുഷ്യവർഗത്തെ വിദ്വേഷിക്കുന്ന സ്വീകാര്യങ്ങളായ ദുഷ്ടമനുഷ്യരുടെ കൈകളിൽ നിന്ന് ദൈവവരെ എപ്പോഴും സംരക്ഷിക്കുമാറാകട്ടെ. വാമനമായ വിവാഹത്തിന്റെ നിർമ്മലമായ മാർഗത്തെ വഷളാക്കുന്ന ദുഷ്ടാത്മാക്കളിൽ നിന്ന് ഇവരെ കാത്തുകൊള്ളട്ടെ. നല്ല കാലങ്ങളും അനേക സമ്പൂർണമായ സന്ദർശനങ്ങളും ഇവർക്ക് നൽകുമാറാകട്ടെ. കർത്താവേ, നിന്റെ മഹിമയുടെ മുതലും നോക്കുന്ന ബലഹീനരും പാവികളുമായ ദാസരാകുന്ന നിന്റെ പ്രാർത്ഥനകളെ അവിടുന്ന് കേൾക്കണമേ. ഇവർക്ക് അന്യ സന്താനങ്ങളെയും സൗഭാഗ്യകാലങ്ങളെയും നൽകണമേ. സൽപ്രവൃത്തികളാകുന്ന സമ്പാദ്യം ഇവർക്ക് വർദ്ധിപ്പിക്കണമേ. നിന്നോട് സത്യവിശ്വാസത്തെ നിന്റെ മക്കളെ സ്ഥലപ്പെടുത്തിക്കൊള്ളണമേ. ഇതിൽ തന്നെ സദാസ്നേഹിക്കുവാനും ഇവരുടെ മക്കൾക്കും അതിനെ അവകാശമായി നൽകുവാനും ചെയ്യണമേ. ഈ വിരുദ്ധനായി ഒരുങ്ങിയിരിക്കുന്ന ഇതിന്റെ മക്കൾക്ക് എല്ലാവർക്കും നിന്റെ കണ്ണുകളും അന്യങ്ങളും സമൃദ്ധിയായി നൽകണമേ. നിന്റെ വിജയസീമായ മണവാളനെയും മണവാട്ടിയെയും കാത്തുകൊള്ളണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ളവയും അണിയുമെല്ലാവരുടെ മേൽ നിന്റെ കണ്ണുകളെ വർഷിക്കണമേ.
Sunday,
എന്നാൽ മസിഹാസഭയുടെ ശരീരത്തിന്റെ രക്ഷിതാവാകുന്നവരാൽ ഭർത്താവ് ഭാര്യയാകുന്നു. സഭ മസിഹായിക്കായി കീഴ്പ്പെടുന്നവരാൽ തന്നെ ഭാര്യമാരെ അവരുടെ ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴ്പ്പെടണം. പുരുഷന്മാരെ മസിഹാസഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കുന്നു. സഭയെ ജലത്തിലുള്ള സ്നാനം കൊണ്ടും വചനം കൊണ്ടും വേണ്ടവണ്ണം ശുദ്ധീകരിക്കുവാനും കുറ്റമോ കുറവോ തത്വങ്ങളായ മറ്റോ കൂടാതെ നിർമ്മലയും വിശുദ്ധയുമായ ദർശനയായി സ്വകീയാത്മാരുമായിട്ടുള്ള സഭയ്ക്കായി സ്വഭാവനെ സമർപ്പിച്ചിരുന്നു. അങ്ങനെ തന്നെ പുരുഷന്മാർ സ്വന്തം ശരീരങ്ങളെ എന്നപോലെ ഭാര്യമാരെ സ്നേഹിക്കുന്നതാണ്. എന്നാൽ ഭാര്യയെ സ്നേഹിക്കുന്നവർ തന്നെ തന്നെയാകുന്നു സ്നേഹിക്കുന്നത്. ആരോഗ്യം സ്വന്തം ശരീരത്തെ ദ്വേഷിക്കുന്നില്ലല്ലോ. പിന്നെയോ മിശിഹാസഭയ്ക്ക് വേണ്ടി എന്നപോലെ അതിനെ പോഷിപ്പിക്കുകയും അതിനുവേണ്ടി ഉത്സാഹിക്കുകയും ചെയ്യുന്നു. നാം അവിടുത്തെ ശരീരത്തിന്റെ അവയവങ്ങളും മാംസസംബന്ധികളും അസ്ഥിസംബന്ധികളുമായതുകൊണ്ട് പുരുഷൻ തന്റെ പിതാവിനെയും മാതാവിനെയും വിട്ടുപിരിഞ്ഞ് തന്റെ ഭാര്യയോട് ചേർന്നിരിക്കും. അവരിവരുടെ ശരീരമായി തീരുകയും ചെയ്യും. ഇതൊരു വലിയ രഹസ്യമായിരിക്കും. അവിടുത്തെ സഭയെ കുറിച്ചുമാകുന്നു പറയുന്നത്. അപ്രകാരം തന്നെ നിങ്ങൾ ഓരോരുത്തരും തന്നെ എന്നപോലെ തന്നെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ ഭർത്താവിനെ ആദരിക്കുകയും വേണം. മക്കളെ നിങ്ങൾ കർത്താവിനെ ഭർത്താക്കന്മാരെ അനുസരിക്കുകയും. എന്തെന്നാൽ നീതിയാകുന്നു. നിനക്ക് നന്മ വരുവാനും നീ ഭൂമിയിൽ ദീർഘായുസ്സായിരിക്കാനുമായിട്ട് നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക എന്നുള്ളത് വാഗ്ദത്തോടു കൂടിയാണ്. ബഹുമാനിക്കുകയാകുന്നു. യഹൂദിയായുടെ അതിർത്തിയിലെത്തി ജനസമൂഹം ദൈവത്തെ അനുഗമിക്കുകയും അവിടെ വെച്ചവരെ സൗഖ്യമാക്കുകയും ചെയ്തു. അനന്തരം പരീക്ഷാർത്ഥം ക്രിസ്ത്യന്മാരെത്തിയെന്ന് ഏതൊരു കാരണത്താലെങ്കിലും ഒരു വേദന ഭാര്യയെ പിരിച്ചുവിടുവാൻ ന്യായമുണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹം അവരോട് ഉത്തരമായി അരുൾ ചെയ്തു, ആദ്യം സൃഷ്ടികർത്താവാണ് പെണ്ണുമായി മനുഷ്യർ സൃഷ്ടിച്ചുവെന്നും ആയതുകൊണ്ട് പുരുഷന്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കുകയും അവരിരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യുമെന്ന് അവിടുന്ന് കൽപ്പിച്ചു എന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ആകയാൽ അവർ രണ്ടല്ല ഒരു ശരീരമാകുന്നു. അതുകൊണ്ട് ദൈവം സംയോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർതിരിക്കരുത്. അവർ അദ്ദേഹത്തോട് അങ്ങനെയെങ്കിൽ മോചനപത്രം കൊടുത്തോടെ തിരിച്ചുവിടുവാൻ മോശ കൽപ്പിച്ചിരിക്കുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചു. അദ്ദേഹം അവരോട് ഉത്തരമായി അരുൾ ചെയ്തു, മോശ നിങ്ങളുടെ ഹൃദയകാഠിന്യം നിമിത്തം ഭാര്യമാരെ പിരിച്ചുവിടുവാൻ നിങ്ങളെ അനുവദിച്ചു. എന്നാൽ ആദിയിൽ അങ്ങനെയായിരുന്നില്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, വ്യഭിചാരകുറ്റം കൊണ്ടല്ലാതെ സ്വാഭാവിക ഉപേക്ഷിച്ച് മറ്റൊരുത്തിയെ പരിഹരിക്കുന്നവൻ ചെയ്യുന്നത് വ്യഭിചാരമാകുന്നു. ഉപേക്ഷിക്കപ്പെട്ടോടെ പരിഹരിക്കുന്നതും വ്യഭിചാരം തന്നെ. ശിഷ്യന്മാർ അദ്ദേഹത്തോട് ഭാര്യ ഭർത്താക്കന്മാരുടെ പരസ്പര സ്തുതി ഈ വിധം കുറ്റകരമെങ്കിൽ വിവാഹം ചെയ്യുന്നത് നല്ലതല്ലോ എന്ന് പറഞ്ഞു. അദ്ദേഹം അവരോട് അരുൾ ചെയ്തു, വരം ലഭിച്ചവനല്ലാതെ എല്ലാവരും ഈ വചനത്തിന് ശക്തരല്ല. എന്തുകൊണ്ടെന്നാൽ തങ്ങളുടെ മാതാവിന്റെ ഉദരത്തിൽ നിന്ന് തന്നെ ഷണ്ണന്മാരായി ജനിച്ചിട്ടുള്ള ഷണ്ണന്മാരുണ്ട്. മനുഷ്യരാൽ അപ്രകാരം ആക്കപ്പെട്ടവരുണ്ട്. സ്വകരാജ്യം നിമിത്തം തങ്ങളെ തന്നെ ഷണ്ണന്മാരാക്കി കേട്ടിട്ടുള്ള ഷണ്ണന്മാരുമുണ്ട്. ശക്തനാകുവാൻ കഴിയുന്നവൻ ശക്തനാകട്ടെ. പാർക്കുമോ ശൈലോ ശിലോ But more than
കരുണയുള്ള വലതുകൈ വന്ന് നിങ്ങളുടെ ആവശ്യത്തെ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളട്ടെ. സമാധാനത്തോടെ നിങ്ങളോട് കൂടെ ഇരുന്ന് ആകർഷയുടെ വഞ്ചനയിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കുമാറാകട്ടെ. മരണപരമായ ദൈവം നിങ്ങളെ കാത്തുകൊള്ളുകയും നിങ്ങളെ പരസ്പരം സന്തോഷിപ്പിക്കുകയും നിങ്ങളിൽ നിന്ന് ദുഃഖങ്ങളെ ഞെട്ടിക്കളയുകയും ചെയ്യുമാറാകട്ടെ. അബ്രഹാം ഇസ്ഹാക്ക് യാക്കോബിലും യാക്കോബ് യൂസഫിലും സന്തോഷിച്ച പ്രകാരം നിങ്ങളെ സന്തോഷിക്കേണ്ടതിന് ഉത്തമ സന്താനങ്ങളെ കർത്താവ് നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. നിങ്ങൾ വർദ്ധിച്ച് പെരുകി ഭൂമിയിൽ നിറയുമെന്ന് പറഞ്ഞുകൊണ്ട് ദൈവം നോഹിന്റെ മക്കൾക്കുമായി നൽകിയതായ അനുഗ്രഹവും നിങ്ങൾ വസിക്കട്ടെ. ദൈവം അബ്രഹാമിന് ഇസ്ഹാക്കിന് യാക്കോബിന് നൽകിയതായ അനുഗ്രഹവും നിങ്ങൾ വസിക്കട്ടെ. ആകാശത്ത് വന്ന വരുമെന്നും ഭൂമിയിൽ പാലിക്കുന്ന സർവ്വ സൽഫലങ്ങളും ദൈവം നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. നിന്റെ പിതാവിന്റെ ദൈവം നിന്നെ സഹായിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് യാക്കോബ് നിന്റെ പുത്രനായ യോസേഫിന് നൽകിയതായ അനുഗ്രഹവും നിങ്ങൾ വസിക്കട്ടെ. ദൈവത്തെ സ്നേഹിക്കുകയും അവിടുത്തെ ഇഷ്ടം ആചരിക്കുകയും ചെയ്തുള്ളവരുടെ അനുഗ്രഹങ്ങൾ നിങ്ങൾ ഘടകാലകളായ നിങ്ങളുടെ തലയിൽ നിന്ന് വയ്ക്കപ്പെട്ടതായ കിരീടങ്ങളിൽ വസിക്കുമാറാകട്ടെ. കർത്താവിന്റെ നാമം നിങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കുന്നതിനാൽ എല്ലാ ജാതികളും സന്തോഷിച്ച് മഹത്വം പാടുമാറാകട്ടെ. ഐശ്വര്യങ്ങൾ കൊണ്ടും സമ്പാദ്യങ്ങൾ കൊണ്ടും സർവ്വവിധ സൗഭാഗ്യങ്ങൾ കൊണ്ടും ദൈവം നിങ്ങളെ സമ്പന്നരാക്കുകയും ആ പാപിയോട് നിങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കുകയും ചെയ്യുമാറാകട്ടെ. വലതുഭാഗത്തെ പോലെ നിങ്ങളുടെ സ്വന്തരാജ്യ അവകാശി ഭരിക്കട്ടെ. നാം എല്ലാവരുടെയും മരിച്ചുപോയവർ പാപപരിഹാരം പ്രാപിക്കുകയും ചെയ്യുമാറാകട്ടെ. മിസ്രയിൽ നിന്ന് ഓട്ടിക്കൊണ്ടുപോകുന്ന നമ്മുടെ വാട്ടിയോട് സീനായ